പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ഇപ്രകാരമാണ് നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. ഓരോ പ്രഭാതത്തിലും പുതുമയുള്ളതാണ് കർത്താവിൻ്റെ സ്നേഹം. പഴയ നഷ്ടങ്ങളിലും പരാജയങ്ങളിലും തളച്ചിടപ്പെട്ടതാണ് നമ്മുടെ മനസ്സെങ്കിൽ ഈശോ ഇന്ന് നമുക്കായി ഒരു പുതിയ കാര്യം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യന് അസാധ്യമെന്ന് തോന്നുന്നിടത്ത് നിന്ന് കർത്താവ് ചില പുതിയ കാര്യങ്ങൾ തുടങ്ങിവെക്കും. ഇന്ന് നമ്മുടെ ജീവിതത്തെ പുറകിലേക്ക് വലിക്കുന്ന, വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ചില പഴയ ഓർമ്മകളെ, മുറിവുകളെ ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൈമാറാം. ഇതാ, നമുക്കായി പുതുമയുള്ള ഒരു സ്നേഹം കരുതി വയ്ക്കുന്ന ഈശോ വിജനമായ പ്രദേശത്ത് പാതയും വരണ്ടുണങ്ങിയ സ്വപ്നങ്ങൾക്ക് ജീവജലത്തിൻ്റെ ഉണർവ് നൽകുവാൻ ഇന്ന് നമുക്കായി ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇന്നേ ദിനം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളെ അലട്ടുന്ന നീറുന്ന ഓർമ്മകളിലേക്ക്, മുറിവുകളിലേക്ക് ഈശോയെ നമുക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കാം. ഈശോ കഴിഞ്ഞ കാലങ്ങൾ ബാക്കി വച്ച മുറിവുകളെ സുഖപ്പെടുത്തി നമുക്ക് പുതുമയുള്ള ഒരു ആത്മാവിനെ തരികയാണ്. ഈ പുതിയ അനുഗ്രഹം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കുടുംബത്തെ, ബന്ധങ്ങളെ, നമുക്കുള്ള മുഴുവനെയും ഈശോയ്ക്ക് കൈമാറാം. ഈ തിരുവചനം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.